ഹലോ എവ്രി വൺ, സെജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCERT 10th സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10th സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്ക് 2025 ഇറങ്ങിയിട്ടുള്ള മാറിയ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 2 പാർട്ടായിട്ടാണ് ടെക്സ്റ്റ് ബുക്ക്. പാർട്ട് 1 ആദ്യ ചാപ്റ്റർ നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ചാപ്റ്ററാണ്, അതുകൊണ്ട് 3 ഭാഗങ്ങളായിട്ട് നമ്മൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഈ ഒരു ചാപ്റ്റർ മുഴുവൻ നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ 10th ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വലിയൊരു മാറ്റം നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഒരു ചാപ്റ്റർ മുഴുവൻ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഫ്രഞ്ച് സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആഫ്റ്റർ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ, അതിനുശേഷം വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ PSC എക്സാമിന് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും, എസ്പെഷ്യലി HSA സോഷ്യൽ സയൻസ് അതുപോലെ കേട്ടറ്റ് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, എന്നാലും ഇവിടെയും ഞാൻ പറയുന്നു, നമ്മുടെ ചാനലിനെ ലൈക്ക് ചെയ്ത് ക്ലാസ്സിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ച് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. HSAക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്താറുണ്ട്, അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. HSA സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. കേട്ടിട്ട് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ഡിസ്കഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം കണ്ടു നോക്കുക. ഒരുപാട് സോഷ്യൽ സയൻസ് പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് LP UP പ്ലേലിസ്റ്റിൽ. ഓക്കെ, അപ്പോൾ ഇത് LP UPക്കാർക്കും കേഡറ്റുകാർക്കും അതുപോലെ HSAക്കാർക്കും മറ്റ് PSC എക്സാമിന് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും യൂസ്ഫുൾ ആവുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടും കേട്ടറ്റ് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടും നമ്മൾ PDF ബാച്ച് കൊടുക്കുന്നുണ്ട്. വാട്സപ്പിലൂടെ PDF നോട്ട്സ് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ചെറിയൊരു എമൗണ്ടിനാണ് നോട്ട്സ് കൊടുക്കുന്നത്. 1789 ജൂൺ 20 ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ ശിലാകേന്ദ്രവും യൂറോപ്പിലെ പ്രധാന നഗരങ്ങളിലൊന്നുമായ പാരീസ് മഴയിൽ കുതിർന്നിരിക്കുകയായിരുന്നു. എന്നാൽ പാരീസിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ തികച്ചും ചൂടേറിയതായിരുന്നു. ഫ്രഞ്ച് പാർലമെൻറ്റായ എസ്റ്റേറ്റ്സ് ജനറലിൻ്റെ 3ാമത്തെ വിഭാഗത്തിൻ്റെ പ്രതിനിധികൾക്ക് പാർലമെൻറ്റിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അതിനെ തുടർന്ന് അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ആർക്കാണ്? എസ്റ്റേറ്റ് ജനറലിൻ്റെ 3ാമത്തെ വിഭാഗത്തിൻ്റെ പ്രതിനിധികൾക്കാണ് പാർലമെൻറ്റിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടത്. അതിനെ തുടർന്ന് അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഇവിടെ തന്നെ മനസ്സിലാക്കുക, ടെന്നീസ് കോർട്ട് ഇൻസിഡൻറ്റ് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിനെ തുടർന്ന് അവർ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുന്നതുവരെ പിരിഞ്ഞു പോകില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. ഫ്രാൻസിൻ്റെയും യൂറോപ്പിൻ്റെയും പിൽക്കാല ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ച ജനമുന്നേറ്റത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമം. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് എതിരെയായിരുന്നു ജനമുന്നേറ്റം ഉയർന്നു വന്നത്. പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബൻ രാജവംശമായിരുന്നു. ആ ടേം ഒന്ന് നോട്ട് ചെയ്യുക, ബൂർബൻ രാജവംശം. ഫ്രാൻസ് ഭരിച്ചത് ബൂർബൻ രാജവംശമായിരുന്നു. ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം പൊതുവെ സ്വേച്ഛാധിപതികളായിരുന്നു. രാജാധികാരം ദൈവദത്തമാണ് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രാജാധികാരം അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്നത് ആരുടെ പ്രതിനിധിയാണ്? ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്നൊരു കോൺസെപ്റ്റാണ്. രാജാധികാരം ദൈവദത്തമാണ് എന്നുള്ള വിശ്വാസം. എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിൽ ഒരു പാർലമെൻറ്റ്, അപ്പോൾ എന്തായിരുന്നു ഫ്രാൻസിൻ്റെ പാർലമെൻറ്റിൻ്റെ പേര്? എസ്റ്റേറ്റ് ജനറൽ. ഫ്രാൻസിൻ്റെ പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റ് ജനറൽ എന്ന പേരിലാണ്.
ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നുവെങ്കിലും ദീർഘകാലമായി അത് വിളിച്ചു ചേർക്കാതെയാണ് ഭരണം നടത്തിയിരുന്നത്. 1614 അവസാനമായി പാർലമെന്റ് യോഗം ചേർന്നത്. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നമുക്ക് ഇതിൽ പറഞ്ഞ 3 കാര്യങ്ങളും എന്തായിട്ട് ചോദിക്കാം? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ 1614 അവസാനമായിട്ട് പാർലമെന്റ് യോഗം ചേർന്നത്. ബോർബൻ രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ലൂയി 14 ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14 16 ലൂയി 14 പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ദൈവദത്താധികാര സിദ്ധാന്തം, ഡിവൈൻ റൈറ്റ് തിയറി. ദൈവദത്താധികാര സിദ്ധാന്തം അനുസരിച്ച് രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്. രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. അതിനാൽ അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത്. സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നെക്സ്റ്റ്, 1789 യൂറോപ്പിൻ്റെ ഒരു ഭൂപടം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ലൂയി 14 തുടർന്ന് അധികാരത്തിൽ വന്ന ലൂയി 15 കാലത്തെ അഴിമതിയും ധൂർത്തും അദ്ദേഹം തുടർച്ചയായി നടത്തിയ യുദ്ധങ്ങളും രാജ്യത്തെയും ജനങ്ങളെയും ദുരിതത്തിലാക്കി. തൻ്റെ ധൂർത്തിനായി പണം കണ്ടെത്താൻ അദ്ദേഹം ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു. ലൂയി 16 പിന്നീട് അധികാരത്തിലെത്തിയത്. എന്നാൽ അദ്ദേഹം ഭരണകാര്യങ്ങളിൽ മതിയായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. വിശ്വസ്തരായ മന്ത്രിമാരുടെ കൈകളിൽ രാജ്യം ഭദ്രമാണ് എന്ന വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആർക്ക്? ലൂയി 16. രാജ്ഞിയായിരുന്ന മേരി ആന്റോയിനെറ്റ് ഭരണകാര്യങ്ങളിൽ തുടർച്ചയായി ഇടപെട്ടിരുന്നു. മേരി ആന്റോയിനെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു പേര് ഇമ്പോർട്ടൻ്റ് ആണ്. മേരി ആന്റോയിനെറ്റ് ഭരണകാര്യങ്ങളിൽ തുടർച്ചയായി ഇടപെട്ടിരുന്നു. രാജ്ഞിയുടെ ധാരാളിത്തവും ധൂർത്തും രാജാവ് കണ്ടില്ലെന്ന് നടിച്ചു. ഇത് ജനങ്ങളിൽ അസംതൃപ്തി ഉളവാക്കി. ഫ്രഞ്ച് സാമൂഹിക സ്ഥിതി. പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. ഫ്രാൻസിലെ സാധാരണക്കാരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന ഒരു ചൊല്ലായിരുന്നു ഇത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് അഥവാ 3 എസ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 തട്ടുകളായിട്ട് അല്ലെങ്കിൽ 3 എസ്റ്റേറ്റുകളായിട്ട് വിഭജിച്ചിരുന്നു. പുരോഹിതർ 1-ാം സ്ഥാനത്ത്, പ്രഭുക്കൾ 2-ാം സ്ഥാനത്തും, സാധാരണക്കാരാണ് 3-ാം എസ്റ്റേറ്റിലും ഉണ്ടായിരുന്നത്. 3 തട്ടുകൾ അല്ലെങ്കിൽ 3ആയിട്ട് വിഭജിച്ചിരുന്നു. 3 എസ്റ്റേറ്റുകളായിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ് പുരോഹിതർ, 2-ാമത് പ്രഭുക്കൾ, 3-ാമത് സാധാരണക്കാർ. ഇനി നമുക്ക് എന്താണ് 1-ാം എസ്റ്റേറ്റിൻ്റെ സവിശേഷതകൾ എന്ന് നോക്കാം. പുരോഹിതർ വളരെ പ്രബലവും സമ്പന്നവുമായിരുന്നു ഫ്രാൻസിലെ കത്തോലിക്ക സഭ. ഭൂസ്വത്തിൻ്റെ വലിയൊരു ഭാഗവും സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു. പുരോഹിതരെ എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തരം നികുതികളിൽ നിന്നും പുരോഹിതരെ ഒഴിവാക്കിയിരുന്നു. മാത്രമല്ല അവർ സാധാരണ കർഷകരിൽ നിന്നും ടൈറ്റ് എന്ന് പറയുന്ന നികുതി പിരിച്ചിരുന്നു. സാധാരണ കർഷകരിൽ നിന്നും പുരോഹിതന്മാർക്ക് കൊടുത്തിരുന്ന ടാക്സ് ആണ് എന്ത്? ടൈറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. വിളവിൻ്റെ 10% നികുതിയായി നൽകേണ്ടിയിരുന്നത്. ഇത് സാധാരണ കർഷകർക്ക് പുരോഹിതരോട് വിരോധം തോന്നാൻ ഇടയാക്കി. പൊതുവേ നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജാവിന് ടാക്സ് കൊടുക്കാറുണ്ട്. കൂടാതെ ഈ പുരോഹിത വിഭാഗത്തിനും ആര് ടാക്സ് കൊടുക്കണം? കർഷകർ. ആ ഒരു ടാക്സ് ആണ് ടൈറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്. നെക്സ്റ്റ്, 2-ാം എസ്റ്റേറ്റ് പ്രഭുക്കൾ. ഭരണരംഗത്തെ ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിലെ ഉയർന്ന പദവികളും കൈയടക്കി വെച്ചിരുന്നത് പ്രഭുക്കളായിരുന്നു. ഇവർ ഭൂ ഉടമകൾ കൂടിയായിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്ന പ്രഭുക്കൾ ജനങ്ങളിൽ നിന്ന് വിവിധ നികുതികൾ പിരിച്ചെടുത്തിരുന്നു. അപ്പോൾ 2-ാമത്തെ ഉയർന്ന വിഭാഗമായിരുന്നു ആര്? പ്രഭുക്കൾ. മാത്രമല്ല ഭരണരംഗത്തെ ഉയർന്ന സ്ഥാനങ്ങളും സൈന്യത്തിലെ ഉയർന്ന പദവികളും ആർക്കായിരുന്നു? ഈ പ്രഭുക്കന്മാർക്കായിരുന്നു. ഇവർ ഭൂ ഉടമകൾ കൂടിയായിരുന്നു. ഓക്കെ, ധാരാളം ലാൻഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭൂമി ഇവരുടെ കീഴിലുണ്ടായിരുന്നു. ലക്ഷറിയസ് ലൈഫായിരുന്നു പ്രഭുക്കൾക്കുണ്ടായിരുന്നത്. ഓക്കെ, നികുതി പിരിച്ചെടുത്തിരുന്നു, ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുത്തിരുന്നു. 1749 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിൻ്റെ 20-ൽ 1 ഭാഗം സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായി നൽകണമായിരുന്നു. ഈ നികുതി വോങ് തീയം എന്നറിയപ്പെട്ടു.
ടേം നോട്ട് ചെയ്ത് വെക്കണേ. വോങ് തീയം, നേരത്തെ നമ്മൾ ടൈത്ത് പഠിച്ചു. ടൈത്ത് എന്തായിരുന്നു? കർഷകർ പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന ടാക്സാണ്. ഇതെന്താണ്? അതായത് എല്ലാ വിഭാഗം ജനങ്ങളും സർക്കാരിലേക്ക്, ഗവൺമെൻറ്റിലേക്ക് അടക്കുന്ന ടാക്സാണ്. എത്രയാണ്? 20 ഭാഗം. നേരത്തെ പറഞ്ഞ 10 ഭാഗം, ഇത് 20 ഭാഗം. ഇതാണ് വോങ് തീയം എന്ന ടാക്സ്. ആദ്യത്തെ 2 വിഭാഗങ്ങളും, പുരോഹിതരും പ്രഭുക്കളും, രാജാവിന് ഒരു ചെറിയ തുക മാത്രം നൽകി തന്ത്രപൂർവ്വം ആ നികുതിയിൽ നിന്നും ഒഴിവായിരുന്നു. തങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനായി രാജവാഴ്ചയെ എതിർക്കുന്നതിന് പുരോഹിതരും പ്രഭുക്കളും ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. പ്രഭുക്കൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികൾ പറയുന്നുണ്ട്. കോവി, ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നു? ഈ പുരോഹിതന്മാർക്കും ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾക്കും ഉണ്ടായിരുന്നു. എന്താണ്? ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുക, നിർബന്ധിതമായിട്ട് ജോലി ചെയ്യിപ്പിക്കുക, വേതനമൊന്നും കൊടുക്കാതെ. ഓക്കെ, അതാണ് കോവി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇതൊന്നും കഴിഞ്ഞ 10ാം ക്ലാസ് ടെക്സ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. ബെനാൽറ്റി. എന്താണ് ബെനാൽറ്റി? വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാറ്, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജമ്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയും ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതി, മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയും ഇതിൽപ്പെടുന്നു. ഇനി ബൻവിൻ, തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിനു മേലുള്ള കുത്തക നികുതി. കൂടാതെ പിയേഷ്, പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം. ടെറാഷ്, വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിക്കുന്ന പ്രത്യേക കരം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പ്രത്യേക ടാക്സുകളാണ്. ടെറാഷ്, പിയേഷ്, ബൻവിൻ, ബെനാൽറ്റി ആൻഡ് കോവി, നിർബന്ധിത ജോലി ചെയ്യിക്കുന്ന വ്യവസ്ഥ. നെക്സ്റ്റ്, സാധാരണക്കാരായിട്ടുള്ള 3ാം എസ്റ്റേറ്റിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരുടെ അവസ്ഥയാണ് മുകളിൽ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ആ പിക്ചർ ഒന്ന് നോക്കുക. മധ്യവർഗവും തൊഴിലാളികളും കർഷകരും അടങ്ങുന്നതായിരുന്നു ഫ്രാൻസിലെ 3ാമത്തെ എസ്റ്റേറ്റ്. ഇവർ കോമൺസ് അഥവാ സാധാരണക്കാരെന്ന് അറിയപ്പെട്ടു. കോമൺസ്. ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊണ്ടിരുന്ന 3ാമത്തെ എസ്റ്റേറ്റിലെ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളവിൻ്റെ ഒരു അംശം മാത്രമാണ് കർഷകന് ലഭിച്ചിരുന്നത്. ഇവർ രാജാവിനും പള്ളിക്കും പ്രഭുവിനും വ്യത്യസ്തങ്ങളായ നികുതി നൽകാൻ ബാധ്യസ്ഥരായിരുന്നു. അതിനോടൊപ്പം പ്രതിഫലമില്ലാത്ത അനേകം നിർബന്ധിത സേവനങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞ കോവി, ഇവർ ചെയ്യേണ്ടിയിരുന്നു. അവയിൽ ചിലതാണ്: ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈനിക സേവനം നടത്തുക. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കോവി കൂടാതെയുള്ള കാര്യങ്ങളാണ്. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈനിക സേവനം നടത്തുക. പൊതുനിരത്തുകൾ, ജലമാർഗങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ മരാമത്ത് പണികൾ സൗജന്യ സേവനം നൽകുക. ഇത്തരം റോഡ്, പാലമൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൽ പണിയെടുക്കുക ഫ്രീ ആയിട്ട്. നെക്സ്റ്റ്, മധ്യവർഗത്തിൻ്റെ ഉദയം. 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തിൽ ഒരു മധ്യവർഗം ഉയർന്നു വന്നു. ഫ്രാൻസിൻ്റെ കാർഷിക വ്യാവസായിക രംഗത്ത് ഇക്കാലത്തുണ്ടായ പുരോഗതി മധ്യവർഗത്തിൻ്റെ ഉദയത്തിന് കാരണമായി. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഉണ്ടായി വരാൻ ഫ്രാൻസിൽ കാരണമായത് എന്തായിരുന്നു? കാർഷിക വ്യാവസായിക രംഗത്തുണ്ടായിട്ടുള്ള വളർച്ച. കാർഷിക വ്യാവസായിക രംഗത്തുണ്ടായ വളർച്ചയോടെ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നു. നഗരങ്ങളിലെ തൊഴിൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയവർ സാമ്പത്തിക പുരോഗതി കൈവരിച്ചു. ഇവർ മധ്യവർഗത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ആഭ്യന്തര വാണിജ്യവും കോളനികളുമായുള്ള കച്ചവടവും ഫ്രാൻസിലെ വ്യവസായികളെ സമ്പന്നരാക്കി. പ്രധാന തുറമുഖങ്ങളും പട്ടണങ്ങളും ഈ സമ്പന്നരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഇവരും മധ്യവർഗത്തിൻ്റെ ഭാഗമായിരുന്നു. ഇങ്ങനെ രൂപപ്പെട്ട മധ്യവർഗത്തിൽ ഡോക്ടർമാർ, നിയമജ്ഞർ, ബാങ്കർമാർ എന്നിവരും ഉൾപ്പെട്ടിരുന്നു. ഈ മധ്യവർഗവും സാധാരണക്കാരെ പോലെ ഭരണകൂടത്തിനും പ്രഭുക്കൾക്കും നികുതി നൽകണമായിരുന്നു. വിദ്യാഭ്യാസപരവും സാമ്പത്തികമായും മുൻപന്തിയിലെത്തിയിട്ടും ഭരണത്തിലും സൈന്യത്തിലും അവർക്ക് അർഹിക്കുന്ന പദവിയോ അല്ലെങ്കിൽ അധികാരമോ ലഭിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ കടുത്ത അസംതൃപ്തിയോടെയാണ് മധ്യവർഗം കഴിഞ്ഞിരുന്നത്.
ഓക്കെ, അപ്പോൾ സാമ്പത്തിക പുരോഗതി കൃഷിയിലും അല്ലെങ്കിൽ വ്യവസായത്തിലും ഉണ്ടായ പുരോഗതി ആളുകൾക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതിന് കാരണമായി. അങ്ങനെ നഗരങ്ങൾ വളർന്നു വന്നു, തൊഴിലുകൾ, പുതിയ പുതിയ തൊഴിലുകളുണ്ടായി, ജനങ്ങൾ സമ്പന്നരായി. അങ്ങനെയാണ് ഒരു പുതിയ മധ്യവർഗം ഉയർന്നു വന്നത്. വിദ്യാഭ്യാസപരമായി മുന്നിലായിരുന്നു, പക്ഷേ അധികാരത്തിലും സൈനിക പദവികളിലൊക്കെ വളരെ പിറകിലായിരുന്നു. ഗ്യാബൽ, ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഗ്യാബൽ എന്താണ്? ഗ്യാബൽ 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയായിരുന്നു ഇത്. ഗ്യാബൽ എന്ന് പറയുന്നത് ഒരു നികുതിയാണ്. 15-ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമായി മാറി. തികച്ചും ജനവിരുദ്ധമായ നികുതിയായിരുന്നു ഗ്യാബൽ. വിൽ ആൻഡ് ഏരിയൽ ഡ്യൂറന്റ്. പ്രശസ്ത ചരിത്രകാരരായ വിൽ ഡ്യൂറന്റും ഏരിയൽ ഡ്യൂറന്റും ഫ്രഞ്ച് വിപ്ലവത്തിൽ മധ്യവർഗത്തിൻ്റെ പങ്കിനെപ്പറ്റി ഇങ്ങനെ പ്രസ്താവിക്കുന്നു. വിൽ ഡ്യൂറന്റും ഏരിയൽ ഡ്യൂറന്റും ചരിത്രകാരന്മാരാണ്. അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസിയുടെ അഥവാ മധ്യവർഗത്തിൻ്റെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത. ഓക്കെ, അപ്പം ഇങ്ങനൊരു കോട്ട് പറഞ്ഞത് ആരാണ്? ചരിത്രകാരന്മാരായിട്ടുള്ള വിൽ ആൻഡ് ഏരിയൽ ഡ്യൂറന്റ് ആണ്. ഓക്കെ, ബൂർഷ്വാസിയുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സത്ത. നെക്സ്റ്റ്, സാമ്പത്തിക പ്രതിസന്ധി. 1770-കളിൽ ഫ്രാൻസിലെ കാർഷിക രംഗം കടുത്ത പ്രതിസന്ധി നേരിട്ടു. ഉൽപാദനത്തിലെ കുറവായിരുന്നു ഇതിന് കാരണമായത്. ഇത് ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വില വർധനവിന് കാരണമായി. 1730-നും 1789-നും ഇടയിലുള്ള കാലത്ത് ധാന്യങ്ങളുടെ വിലയിൽ 60% വർധനവുണ്ടായി. എന്നാൽ തൊഴിലാളികളുടെ കൂലിയിലെ വർധനവ് 22% മാത്രമായിരുന്നു. അതായത് വസ്തുക്കളുടെ വില കൂടി, സാധനങ്ങളുടെ വില കൂടി, പക്ഷേ തൊഴിലാളികളുടെ കൂലി കൂടുതലായിട്ട് വർദ്ധിച്ചതുമില്ല. തീറ്റപ്പുല്ലിനുണ്ടായ കടുത്ത ക്ഷാമം കന്നുകാലി സമ്പത്തിൽ വലിയ കുറവുണ്ടാക്കി. ജനസംഖ്യയുടെ 1/3 ഭാഗത്തെ ഈ പ്രശ്നം മോശമായി ബാധിച്ചു, അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിച്ചു. ബ്രിട്ടനുമായി ഫ്രാൻസ് ഒപ്പുവെച്ച കച്ചവട കരാർ പ്രകാരം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ മേലുള്ള ഇറക്കുമതി തീരുവയിൽ വലിയ കുറവുണ്ടായി. ഇതോടെ ഫ്രഞ്ച് വിപണിയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വന്നു നിറയുകയും ഫ്രാൻസിലെ കരകൗശല തൊഴിലാളികൾ തൊഴിൽ രഹിതരാവുകയും ചെയ്തു. ഇങ്ങനെ അസംതൃപ്തരായ കർഷകരും കരകൗശല തൊഴിലാളികളും മറ്റ് കൈത്തൊഴിലുകാരും ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി. ഫ്രാൻസിൻ്റെ സാമ്പത്തിക പരാധീനത മറികടക്കുന്നതിനായി ബാങ്കർമാരിൽ നിന്നും വൻ തുകകൾ ലൂയി 16 വായ്പകളായി സ്വീകരിച്ചിരുന്നു. സർക്കാർ ഈ വായ്പകൾക്ക് പകരമായി ബോണ്ടുകൾ നൽകിയിരുന്നു. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഖജനാവ് ശൂന്യമായത് ബാങ്കർമാരെ വായ്പ നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണം എന്ന് ഇവർ ആവശ്യപ്പെട്ടു. നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വമായിരുന്നു ബാങ്കർമാരടങ്ങുന്ന മധ്യവർഗം ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരെ തിരിയുവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. ഓക്കെ, നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വം നമുക്കറിയാം. എന്താണ്? സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കണം, പ്രഭുവർഗം പുരോഹിതവർഗം കൂടുതൽ ടാക്സുകൾ നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ ചെറിയ എന്തോ ഒരു എമൗണ്ടാണ് നൽകിയതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് മധ്യവർഗം ഇവർക്കെതിരെ ഭരണകൂടത്തിനെതിരെ തിരിയാനുണ്ടായിട്ടുള്ള പ്രധാന കാരണം. ഇനി ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചിന്തകരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്ത് സ്വാധീനമാണ്, അല്ലെങ്കിൽ ഏത് ചിന്തകരാണ്, അല്ലെങ്കിൽ അവരുടെ സ്വാധീനം എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു അവർ പ്രചരിപ്പിച്ചിരുന്നത്, അവരുടെ ആശയങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഫ്രാൻസിലെ തത്വചിന്തകരും അവരുടെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ബോധ്യപ്പെടുത്തുകയും അനീതിക്കെതിരെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ച ചില ചിന്തകർ. ഫസ്റ്റ് വൺ, വോൾട്ടെയർ. തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപഹാസ്യകാരനുമായ ഒരു മനുഷ്യസ്നേഹിയായിരുന്നു വോൾട്ടെയർ. അല്ലേ, വോൾട്ടെയറെ നമ്മൾ ഒരു ഹിസ്റ്റോറിയൻ ആയിട്ടാണ് പറയുന്നത്. തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപഹാസ്യകാരനുമായിരുന്ന ഒരു മനുഷ്യസ്നേഹിയായിരുന്നു വോൾട്ടെയർ. അദ്ദേഹം ഒരു ദൈവനിഷേധിയായിരുന്നില്ലെങ്കിലും തൻ്റെ ലേഖനങ്ങളിലൂടെ പുരോഹിതരെ നിരന്തരം വിമർശിച്ചിരുന്നു. തൻ്റെ നിലപാടുകളും രചനകളും മൂലം അദ്ദേഹം ഫ്രാൻസിൽ നിന്നും പുറത്താക്കപ്പെട്ടു. നെക്സ്റ്റ്, റൂസോ. വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രമീമാംസകനുമായിരുന്നു റൂസോ.
അദ്ദേഹത്തിൻ്റെ കൃതിയായ സാമൂഹ്യ ഉടമ്പടി അഥവാ ദ സോഷ്യൽ കോൺട്രാക്റ്റ്. എക്സാമിനൊക്കെ പൊതുവെ ഈ ഒരു ടേമാണ് ചോദിക്കാറുള്ളത്, ദ സോഷ്യൽ കോൺട്രാക്റ്റ്. ഓക്കെ, മലയാളത്തിലും ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് സോഷ്യൽ കോൺട്രാക്റ്റ്. എന്നാലും സാമൂഹ്യ ഉടമ്പടി എന്നുള്ള പേര് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു പോവുക, സോഷ്യൽ കോൺട്രാക്റ്റ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാമൂഹ്യ ഉടമ്പടി വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു, ഒരു ഡെഫിനിഷൻ നൽകി. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്വങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. ഈ ടേംസൊക്കെ നോക്കി വെക്കുക. നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? റൂസോയാണ്. റൂസോ നിലവിലുള്ള അധികാരഘടനയെ എതിർത്തു. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ BEd സമയത്തൊക്കെ പഠിക്കുന്നുണ്ട്, എഡ്യൂക്കേഷനിസ്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്, ഫിലോസഫറായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. നാച്ചുറലിസത്തിൻ്റെ വക്താവായിട്ടാണ് നമ്മൾ റൂസോയെ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു? പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഓക്കെ, ഇത് പ്രധാനപ്പെട്ടൊരു കോട്ടാണ്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നതായിരുന്നു റൂസോയുടെ അഭിപ്രായം. റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി തീർന്നു. വീഡിയോയുടെ ലാസ്റ്റ് ഇവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതാണെന്നും കൂടെ ഞാൻ പറഞ്ഞു പോകാം കേട്ടോ. പ്രധാനപ്പെട്ട ഇവർ എഴുതിയിട്ടുള്ള ബുക്സ് ഏതാണെന്നും വേണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. മോണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. മോണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയി തിരിക്കാമെന്ന് നിർദ്ദേശിച്ചു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? ഗവൺമെൻറ്റിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ ഗവൺമെൻറ്റിനെ 3ആയി തിരിച്ചത് ആരാണ്? അത് മോണ്ടസ്ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഗവൺമെൻറ്റിനെ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ 3ആയി ഡിവൈഡ് ചെയ്തത് മോണ്ടസ്ക്യൂ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയായ നിയമത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? മോണ്ടസ്ക്യൂ ആണ്. നിയമത്തിൻ്റെ ആത്മാവ് എന്ന ഗ്രന്ഥം ഗവൺമെൻറ്റിൻ്റെ തത്വങ്ങളും നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും പരിണാമവും വിശകലനം ചെയ്യുന്നു. ആ പുസ്തകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നിയമത്തിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ്. ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിൻ്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ചു. തൻ്റെ വിഖ്യാത കൃതിയായ ടു ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? ജോൺ ലോക്ക് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പേര് നോട്ട് ചെയ്യുക, ടെക്സ്റ്റിൻ്റെ പേര് നോട്ട് ചെയ്യുക. ടു ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ്. രാജാവിൻ്റെ ദൈവദത്താവകാശത്തെയും സ്വേച്ഛാധികാരത്തെയും നിരാകരിച്ചു. ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. ഇവരിൽ പ്രമുഖരായിരുന്നു ടാർഗോ, നെക്കർ തുടങ്ങിയവർ. ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധർ ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. അവരിൽ പ്രധാനികളാണ് ടാർഗോ ആൻഡ് നെക്കർ. ലൂയി 16 ഉപദേഷ്ടാവായിരുന്ന ടാർഗോ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചു. മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവയായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്.
ഈ പരിഷ്കരണങ്ങൾ ഒരു പരിധിവരെ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. എന്നാൽ മേരി ആന്റോയിനറ്റ് ചെലവ് ചുരുക്കാൻ തയ്യാറാകാതിരുന്നത് ടെർഗോ രാജ്ഞിയുമായി ശത്രുതയിലാകുന്നതിന് കാരണമായി. രാജ്ഞിയുടെ എതിർപ്പ് മൂലം ലൂയി 16 ടെർഗോയെ മന്ത്രിസ്ഥാനത്തു നിന്നും പിരിച്ചുവിട്ടു. പുതിയ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട നെക്കർ ടെർഗോയുടെ പരിഷ്കരണം തുടരുവാൻ ശ്രമിച്ചുവെങ്കിലും ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലം പുറത്താക്കപ്പെട്ടു. തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾക്കും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല. ഗത്യന്തരമില്ലാതെ നെക്കറെ തിരികെ വിളിക്കാൻ രാജാവ് നിർബന്ധിതനായി. അപ്പോൾ നെക്കറും ടെർഗോ എന്ന് പറയുന്ന രണ്ടുപേരും ഫ്രഞ്ച് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിദഗ്ധരായിരുന്നു എന്നുള്ളത് നോട്ട് ചെയ്യുക. സലോണുകളും കോഫി ഹൗസുകളും. ഫ്രാൻസിൽ സലോണുകളും കോഫി ഹൗസുകളും ആശയവിനിമയത്തിനും രാഷ്ട്രീയ ചർച്ചകൾക്കുമുള്ള കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നു. ആളുകൾക്ക് അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള സെൻറ്റേഴ്സായിട്ട് സലോണുകളും കോഫി ഹൗസുകളും മാറി. വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ സ്ത്രീകൾ അവരുടെ വീടുകളിലാണ് സലോണുകൾ സംഘടിപ്പിച്ചിരുന്നത്. ഈ സലോണുകളിൽ ദാർശനികർ, എഴുത്തുകാർ, ചിന്തകർ, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നിവരുടെ ആശയങ്ങളെപ്പറ്റി ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾ വിപ്ലവാശയങ്ങൾക്ക് പ്രചോദനം നൽകി. അതുപോലെ സാധാരണ പൗരർ, പത്രപ്രവർത്തകർ തുടങ്ങിയവർ സ്ഥിരമായി ചർച്ച നടത്തിയിരുന്ന ജനപ്രിയ കേന്ദ്രങ്ങളായി കോഫി ഹൗസുകൾ മാറി. ഇവിടങ്ങളിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുകയും സ്വേച്ഛാധിപത്യം വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ വിപ്ലവപരമായിട്ടുള്ള ആശയങ്ങൾ ഇത്തരം കോഫി ഹൗസുകളിലും സലോണിലും അവർ ഡിസ്കസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. നെക്സ്റ്റ്, എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് അഭിമുഖീകരിച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇത് തരണം ചെയ്യാൻ പുതിയ നികുതികൾ ചുമത്തേണ്ടത് അനിവാര്യമായി വന്നു. ഗവൺമെൻറ്റിന് എപ്പോഴും വരുമാനം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ടാക്സ് പിരിക്കുന്നതിലൂടെയാണ്. അപ്പോൾ എന്ത് പ്രയാസം ഉണ്ടാകുമ്പോൾ കൂടുതൽ ടാക്സിൻ്റെ അളവ് കൂട്ടാൻ തുടങ്ങി, അല്ലെങ്കിൽ ടാക്സിൻ്റെ എമൗണ്ട് വർദ്ധിപ്പിക്കാൻ. ഇത് തന്നെയാണ് ഫ്രാൻസിലും ചെയ്തിരുന്നത്. എന്തായിരുന്നു? ഇത് തരണം ചെയ്യാൻ പുതിയ നികുതികൾ ചുമത്തേണ്ടത് അനിവാര്യമായി. ഇതിനായി നെക്കറിൻ്റെ നിർദ്ദേശപ്രകാരം ലൂയി 16 ഫ്രഞ്ച് പാർലമെൻറ്റായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. 175 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ, അതായത് 175 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഫ്രാൻസിലൊരു എസ്റ്റേറ്റ് വിളിച്ചു ചേർക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജനറൽ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ സംഘാടനത്തെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉടലെടുത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ എസ്റ്റേറ്റ് ജനറലും 3ആയി വിഭജിക്കപ്പെട്ടിരുന്നു. 3 എസ്റ്റേറ്റുകളും പ്രത്യേകം ഹാളുകളിലാണ് സമ്മേളിച്ചിരുന്നത്. നമ്മൾ പറഞ്ഞതാണ്, ഫ്രഞ്ച് സൊസൈറ്റി 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫ്രഞ്ച് എസ്റ്റേറ്റ് ജനറലും 3ആയിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. ഫ്രഞ്ച് ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമായിരുന്ന പുരോഹിതർക്ക് പ്രതിനിധി സഭയിൽ 285 അംഗങ്ങളാണ്. പുരോഹിതർ ചെറിയൊരു ശതമാനമാണ്, പക്ഷേ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ എണ്ണം എത്രയാണ്? 285 ഫ്രഞ്ച് ജനസംഖ്യയിൽ ഏകദേശം 1,40,000 മാത്രമായിരുന്ന പ്രഭുക്കൾക്ക് പ്രതിനിധി സഭയിൽ 308 അംഗങ്ങളുണ്ടായിരുന്നു. ഭൂരിപക്ഷം വരുന്ന, അല്ലെ ഏറ്റവും കൂടുതൽ ആളുകൾ സാധാരണക്കാരാണ്. അവരുടെ പ്രതിനിധി 621 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1ഉം 2ഉം എസ്റ്റേറ്റുകളിലെ അംഗത്വം പരമ്പരാഗതമായിരുന്നു, ഹെറിഡിറ്ററി ആയിരുന്നു. ആദ്യത്തെ 2 ജനറലിലെ ആളുകളും, അല്ലെങ്കിൽ അവരുടെ അംഗത്വം എന്ന് പറയുന്നത് പരമ്പരാഗതമാണ്. അതായത് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മകൻ, അങ്ങനെ പരമ്പരാഗതമായിട്ട് കിട്ടിയ അംഗത്വമാണ്. എന്നാൽ 3ആം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നതായിരുന്നു നിലനിന്നിരുന്ന രീതി. ആദ്യത്തെ 2 സഭകളും ഇതിനെ പിന്തുണച്ചു. 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഒത്തുചേർന്നാൽ ഭൂരിപക്ഷം ഉറപ്പാക്കി അവർക്ക് ഭരണകൂടത്തെ നിയന്ത്രിക്കാം എന്നതായിരുന്നു ഇതിൻ്റെ കാരണം. അതായത് ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നത്, ആദ്യത്തെ 2 സഭകളും ഇതിനെ പിന്തുണച്ചു. 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഒത്തുചേർന്നാൽ ഭൂരിപക്ഷം അവർക്കാണ്. തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളുടെ ആവലാതികളും ആവശ്യങ്ങളുമായി എത്തിച്ചേർന്നവരായിരുന്നു 3ആം എസ്റ്റേറ്റിലെ പുതിയ പ്രതിനിധികളും. എന്നാൽ രാജാവായ ലൂയി 16 ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നില്ല. പാർലമെന്ററി സമ്പ്രദായത്തെക്കുറിച്ച് രാജാവിന് വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തതായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം.
നെക്സ്റ്റ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. മൂന്നാം എസ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ 2 സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല. ഇതേ തുടർന്ന്, അതായത് 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ 2 സഭകളും സമ്മതിച്ചില്ല. ഇതേ തുടർന്ന് 1789 ജൂൺ 17-ാം തീയതി മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികളെന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ അഥവാ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് വിളിക്കുകയും ചെയ്തു. 1789 ജൂൺ 17-ാം തീയതി മൂന്നാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ എന്ത് പറഞ്ഞു? ഞങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികളെന്നും അവരുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന പേരിൽ വിളിക്കുകയും ചെയ്തു. ഉപരിസഭകളുടെ പിന്തുണയോടെ ലൂയി 16 ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചിടുകയും പട്ടാള കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 20 ഴാങ് സിൽവിയൻ ബൈലി, അബ്ബേസിയസ്, മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പേര് നോട്ടയണേ. ഴാങ് സിൽവിയൻ ബൈലി, അബ്ബേസിയസ്, മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോവുകയില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇതാണ് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെട്ടത്. ഓക്കെ, ഈ സംഭവമാണ് പാഠഭാഗത്തിൻ്റെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. നമ്മൾ ആദ്യം വായിച്ചത് ദേശീയ സഭയുടെ ഈ സമ്മേളനമാണ് പിൽക്കാല ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് അസംബ്ലി എന്ന പേരിൽ വിഖ്യാതമായത്. നെക്സ്റ്റ്, ബാസ്റ്റിലിൻ്റെ പതനവും വിപ്ലവത്തിൻ്റെ ആരംഭവും. ലൂയി 16 രാജാവ് തൻ്റെ ഉപദേഷ്ടാവായിരുന്ന നെക്കറെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. പ്രകോപിതരായ ജനക്കൂട്ടം പാരീസ് നഗരത്തിലെ ധാന്യ സംഭരണശാലകളും റൊട്ടിക്കടകളും കയ്യേറി. ആയുധങ്ങൾ സംഭരിച്ച അവർ 1789 ജൂലൈ 14 തീയതി ബൂർബൻ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്ന പാരീസിലെ ബാസ്റ്റിൽ കോട്ട തകർക്കുകയും മണിക്കൂറുകൾക്കകം പാരീസ് നഗരം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാസ്റ്റിൽ കോട്ട തകർത്തത് 1789 ജൂലൈ 14 തീയതി. 1789 ജൂലൈ 14 തീയതിയാണ്. ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ടാണ് കണക്കാക്കുന്നത്. ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച അപ്പോൾ എന്നാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1789 ജൂലൈ 14 തീയതിയാണ്. ഈ ഒരു ഇൻസിഡൻ്റ് ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കമായിട്ട് പറയുന്നത്. ഫ്രാൻസിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും അക്രമങ്ങൾ അരങ്ങേറി. നികുതി പിരിവുകാരും ജനങ്ങളുടെ കോപത്തിനിടയായി. ജനരോഷം ഭയന്ന ലൂയി 16 ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി. ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾ ആരംഗീകരിച്ചു? അവിടുത്തെ രാജാവായിരുന്ന ലൂയി 16 അംഗീകരിച്ചു. ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അടിമത്തം നിർത്തലാക്കി. പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി. അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി. ഇത്രയും മാറ്റങ്ങളാണ് പുതിയ പരിഷ്കാരങ്ങളായിട്ട് കൊണ്ടുവന്നത്. നെക്സ്റ്റ്, സ്ത്രീകളും ഫ്രഞ്ച് വിപ്ലവവും. ഭക്ഷ്യക്ഷാമവും ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളും സ്ത്രീകളെ പ്രക്ഷോഭത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ചു. എന്തൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ടത് ഭക്ഷ്യക്ഷാമം, മറ്റൊന്ന് ഇവരുടെ ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നയങ്ങളും. ആയിരക്കണക്കിന് സ്ത്രീകൾ ചൂൽ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാമഗ്രികളും വാള്, കുന്തം, തോക്ക് എന്നിവയും കയ്യിലേന്തി ബൂർബൻ രാജാക്കന്മാരുടെ വസതിയായ പാരീസിലെ വേഴ്സായി കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പാരീസിലെ വേഴ്സായി കൊട്ടാരം, ഫ്രഞ്ച് രാജാക്കന്മാരുടെ കൊട്ടാരം വേഴ്സായി കൊട്ടാരം. അവരോടൊപ്പം വലിയൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. രാജാവിനെയും കുടുംബത്തെയും അവർ നിർബന്ധപൂർവ്വം പാരീസിലേക്ക് കൊണ്ടുവന്നു. ഗത്യന്തരമില്ലാതെ ദേശീയ സഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാമെന്ന് ലൂയി 16 ഉറപ്പുകൊടുത്തു. സ്ത്രീകളുടെ പ്രവർത്തനങ്ങളാണ് പറയുന്നത്. രാജാവിനെയും
കുടുംബത്തെയും നിർബന്ധപൂർവ്വം പാരീസിലേക്ക് കൊണ്ടുവരികയും ഗത്യന്തരമില്ലാതെ രാജാവ് സഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഫ്രാൻസിലെ പ്രശസ്ത നാടകകൃത്തും പ്രവർത്തകയുമായിരുന്ന ഒളിംപ് ദേ ഗൂഷ് വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഉറച്ച സ്ത്രീ ശബ്ദമായിരുന്നു. ഇതൊന്നും നമ്മൾ കഴിഞ്ഞ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലൊന്നും കേൾക്കാത്ത പേരുകളാണ്. ഒളിംപ് ദേ ഗൂഷ്, അത്രയും ഡീപ്പായിട്ടാണ് ഫ്രഞ്ച് വിപ്ലവം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒളിംപ് ദേ ഗൂഷ്. ഓക്കെ, വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഉറച്ച സ്ത്രീ ശബ്ദമായിരുന്നു. സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ഫീമെയിൽ സിറ്റിസൺ, സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കണമെന്ന് ആരാവശ്യപ്പെട്ടു? ഒളിംപ് ദേ ഗൂഷ് എന്ന് പറയുന്ന സ്ത്രീ ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അധികാരവും അവകാശങ്ങളുമുള്ള സാമൂഹിക ഘടനയ്ക്ക് വേണ്ടി അവർ നിലകൊണ്ടു. സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ച മറ്റൊരു വനിതയായിരുന്നു മാഡം ഴാങ് റോളണ്ട്. ഇതെല്ലാം നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണേ. ഒരിക്കലും നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല, എഴുതി തന്നെ പോകണം, പിന്നീട് റിവൈസ് ചെയ്യാനുള്ളതാണ്. സ്ത്രീകളുടെ ഈ അവകാശ സമരത്തിന് ചില നേട്ടങ്ങളുണ്ടായി. സ്വത്തിന്മേലുള്ള അവകാശം, വിവാഹമോചനം നേടുന്നതിനുള്ള അവകാശം എന്നിവ അവയിൽ ചിലതാണ്. ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. സ്വത്തിനുമേൽ സ്ത്രീകൾക്ക് അവകാശം ലഭിച്ചു, വിവാഹമോചനം നേടാനുള്ള അവകാശവും സ്ത്രീകൾക്ക് ലഭിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക. താങ്ക്